ഈ അടുത്ത കാലത്തായി ഇന്ത്യ ചൈന സംഘർഷങ്ങളുടെ വാർത്തകൾ നാം കേൾക്കാറില്ല. പകരം കേൾക്കുന്നത് ഇന്ത്യ ചൈനയിലേക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിച്ചതും ചൈനയിൽ ഉള്ള പൗരന്മാർക്ക് വിസ അനുവദിച്ചതും ഇവിടെയുള്ള പൗരന്മാർക്ക് വിസ അനുവദിച്ചതും വിമാന സർവീസ് തുടങ്ങിയതുമായിട്ടുള്ള വാർത്തകളൊക്കെയാണ്. അതായത് സംഘർഷത്തിന്റെ വാർത്തകളല്ല കേൾക്കുന്നത്, പരസ്പരം സഹകരണത്തിന്റെ ചില വാർത്തകളാണ് കേൾക്കുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അമേരിക്കയിലെ യുദ്ധ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന ഒരു റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ ഈ ചൈനയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം, അതായത് സൈനിക സുരക്ഷാ വികാസങ്ങൾ, അതായത് ചൈനയിലെ സൈനിക സുരക്ഷാ വിഭാഗത്തിൽ പറയുന്ന ഒരു കാര്യം, ചൈന കഴിഞ്ഞ കുറെ നാളുകളായി ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധം രഹസ്യമായി വെച്ചു പുലർത്തുന്നു എന്നാണ്. അതിനായി അവർ പറയുന്ന ഒരു കാര്യം, ഷാങ്ഹായ് ഉച്ചകോടിയിൽ ടിയാൻജിനിൽ വെച്ച് നടന്നപ്പോൾ വ്ളാഡിമിർ പുടിനും ഷീ ജിൻപിങ്ങും മോദിയും ഒക്കെ ആ ഒരു ഉച്ചകോടിയിൽ എങ്ങനെയാണ് പെരുമാറിയത്, അവിടെ വെച്ച് നടന്ന ചില ചർച്ചകൾ, അത് അവിടെ വെച്ച് മാത്രമല്ല ചർച്ചകൾ നടന്ന് റഷ്യയിലടക്കം ഇത്തരം നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പറയുന്നത്. അതുപ്രകാരമാണ് 4 വർഷമായി കത്തി നിന്നിരുന്ന ലഡാക്കിലെ വിഷയം, അതായത് ലഡാക്കിൽ നമുക്കറിയാം ഇരു സൈനികവും തമ്മിൽ ഏറ്റുമുട്ടിയതാണ്. 4 വർഷത്തോളം പരസ്പരം ഏറ്റുമുട്ടാൻ കാത്തിരുന്ന സൈനികരായിരുന്നു. അതെല്ലാം നൊടിയുടെ കൊണ്ട് മാറുകയും രണ്ട് ഭാഗത്തുമുള്ള സൈനികർ പിന്മാറുകയും പെട്രോളിംഗ് നടത്തുവാനുള്ള അനുമതി രണ്ടു കൂട്ടർക്കും തുല്യമായി നൽകുകയും ഒക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെയാണ് അതിന്റെ ഒരു മഞ്ഞുരുകുന്ന കാഴ്ച നാം ഏവരും കണ്ടത്. പക്ഷേ ഈ റിപ്പോർട്ടിൽ പറയുന്നു, ഇത് ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചില ചർച്ചകൾ റഷ്യയിലും മറ്റും നടന്നു. വ്ളാഡിമിർ പുടിനും കൂടി ഇടപെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു സംഘർഷാവസ്ഥ നിന്നത് എന്നാണ്. പക്ഷെ അതല്ല കാര്യമെന്നാണ് ഈ റിപ്പോർട്ടിൽ അമേരിക്ക പറയുന്നത്. കാരണം ചൈനയെ സംബന്ധിച്ച് ഇന്ത്യയെ കൂടെ നിർത്തേണ്ടത് അനിവാര്യമാണ്. കൂടെ നിർത്തണം എന്നുണ്ടെങ്കിൽ അതിർത്തി ശാന്തമായിരിക്കണം. അത് കൂടെ നിർത്തിയെങ്കിൽ മാത്രമേ ഈ മേഖലയിലേക്ക് അമേരിക്കയുടെ കടന്നുവരവിന് തടയിടാൻ കഴിയൂ എന്ന് ചൈനയ്ക്ക് മനസ്സിലായത് കൊണ്ടാണ് ഇന്ത്യയെ കൂടെ നിർത്തിയിരിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ട് സൂചന നൽകുന്നത്. കാരണം ചൈനയുടെ പ്രാഥമിക ലക്ഷ്യം തായ്വാനാണ്. ഇന്ത്യയെ സംബന്ധിച്ച് തായ്വാൻ അവരുടെ പ്രധാന വിഷയവുമല്ല. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് വളരെ എളുപ്പത്തിൽ ഈ അതിർത്തി ശാന്തമാക്കി നിലനിർത്താൻ കഴിയും. പക്ഷേ അവിടെയും ഒരു അപകടമുണ്ട് എന്ന് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അത് മറ്റൊന്നുമല്ല, അരുണാചൽ പ്രദേശാണ് തായ്വാൻ കഴിഞ്ഞാൽ ചൈന പിടിച്ചെടുക്കാൻ ഒരുങ്ങുന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ അരുണാചൽ പ്രദേശ് വിട്ടുവീഴ്ചയ്ക്ക് ചൈന തയ്യാറാകില്ല എന്നുകൂടി ഈ റിപ്പോർട്ട് പറയുന്നു. നിലവിൽ പ്രകോപിപ്പിക്കില്ല, ഇന്ത്യയെ പ്രകോപിപ്പിക്കാതെ മുൻപോട്ട് പോവുക. കാരണം വളർന്നു വരുന്ന ഒരു വലിയ സാമ്പത്തിക വ്യവസ്ഥയാണ് ചൈനയ്ക്കുള്ളത്. ആ ഒരു സിസ്റ്റത്തിന് ഇപ്പോൾ ഒരു മങ്ങലേൽപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം തായ്വാനുമായി അവർ ഏറ്റുമുട്ടും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പെന്ന് ഈ റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട്. കാരണം 2027 ടാർഗറ്റ് ചെയ്തുകൊണ്ട് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് തായ്വാൻ പിടിച്ചെടുക്കുമെന്ന് ഷീ ജിൻപിങ് അധികാരമേറ്റപ്പോൾ പറഞ്ഞത്. കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പും അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും മറ്റു ഉദ്യോഗസ്ഥരുമെല്ലാം ഇതേ തന്നെ ആവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തായ്വാന്റെ കാര്യത്തിൽ ചൈന പിന്നോക്കം പോയില്ല. പകരം ഈ മേഖലയിലെ ഒരു മേധാവിയാകാൻ ചൈന ശ്രമിക്കുന്നു. അപ്പോൾ ഈ മേഖലയിലെ തന്നെ മറ്റൊരു കരുത്തരായ രാജ്യമായി ഇന്ത്യയെ കൂടെ നിർത്തുക, ഒപ്പം തന്നെ ഇന്ത്യക്ക് ഒപ്പമുള്ള റഷ്യയും ഇതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയുമായി ഒരു ഏറ്റുമുട്ടലിന് പോയാൽ റഷ്യ ചൈനയുടെ ഭാഗത്തായിരിക്കില്ല, പകരം ഇന്ത്യയുടെ ഭാഗത്തായിരിക്കും. കാരണം ചൈനയെക്കാളും ഇന്ത്യയാണ് റഷ്യയെ സംബന്ധിച്ച് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സൗഹൃദ രാഷ്ട്രം. കാരണം ചൈന റഷ്യ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചൈനയെ സംശയത്തോടെ കാണുന്ന ഒരു രാജ്യവുമാണ് റഷ്യ. കുറച്ചു നാളുകൾക്ക് മുമ്പായിരുന്നു ചില ചൈനീസ് പൗരന്മാരെ റഷ്യയിൽ നിന്ന് പിടികൂടുകയും മറ്റും ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യ വിശ്വസ്ത രാജ്യമാണ് എന്ന് പലപ്പോഴും റഷ്യ പറയുക മാത്രമല്ല, അവരുടെ പ്രധാനപ്പെട്ട ആയുധ നിർമ്മാണ കേന്ദ്രമാക്കി ഇന്ത്യയെ അവർ മാറ്റുകയും വളർത്തിയെടുക്കുകയും ചെയ്തു. എന്നാൽ ചൈനയിലേക്ക് അവർ ആയുധം നൽകുന്നുണ്ടെങ്കിൽ പോലും സോഴ്സ് കോഡുകൾ നൽകാറില്ല എന്നുള്ള കാര്യവും ഇവിടെ ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഈ മേഖലയിൽ ചൈന ഇന്ത്യ അവർ സൗഹൃദത്തിൽ മുൻപോട്ട് പോകുന്നതിനെ അമേരിക്ക സംശയത്തോടാണ് കാണുന്നത്. ഒപ്പം തന്നെ അമേരിക്ക പറയുന്ന മറ്റൊരു കാര്യം, ഇതേ സമയത്ത് തന്നെ പാകിസ്ഥാനെ ഈ ചൈന ഒരു കരുവാക്കി മാറ്റുന്നു. അതിന് പ്രധാന കാരണം ഈ ചൈനയുടെ പ്രധാന ആയുധ ഉപഭോക്താവാണ്, അല്ലെങ്കിൽ ആയുധം വാങ്ങുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ കൂടെ നിർത്തേണ്ടത് ചൈനയുടെ അത്യാവശ്യമായ കാര്യങ്ങളുമാണ്. കാരണം ഈ ചൈന ഉൽപ്പാദിപ്പിക്കുന്ന ആയുധങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ പലപ്പോഴും പാകിസ്ഥാനാണ് നടത്തുന്നത്. ഇന്ത്യയുമായി ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഈ ചൈനീസ് ആയുധങ്ങൾ പാകിസ്ഥാൻ ഉപയോഗപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആണ് ഈ റഫേൽ വിമാനം തകർന്നു എന്നുള്ള വാർത്ത പ്രചരിപ്പിച്ചത് ചൈനയാണ്. കാരണം റഫേലിന്റെ മാർക്കറ്റ് ഇടിക്കുക, പകരം അതേ കാറ്റഗറിയിലുള്ള ചൈനയുടെ വിമാനത്തിന് കുറച്ചുകൂടി മാർക്കറ്റ് പിടിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു അത്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ പാകിസ്ഥാനെ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് വ്യക്തമായി തന്നെ പറയുന്നു. അതായത് ഈ മേഖലയിൽ ഒരു മേജർ പവർ ആകാൻ ചൈന ശ്രമിക്കുന്നു. അതിനായി അമേരിക്ക തടുത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ എത്രയും പെട്ടെന്ന് ഇന്ത്യയുമായി ഒരു ബന്ധത്തിന് ശ്രമിക്കണം എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. കാരണം ഇന്തോ പസഫിക് മേഖലയിൽ ഇന്ത്യ ഇല്ലാതെ ഒരടി പോലും മുൻപോട്ട് പോകാൻ കഴിയില്ല, ചൈനയെ തടയാൻ കഴിയില്ല. ഇവിടെയാണ്
ഇന്ത്യയെ കണക്ക് ഒരു പ്രബലമായ രാജ്യത്തെ പിണക്കി മുൻപോട്ട് പോകാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം ഈ റിപ്പോർട്ട് വരച്ചു കാട്ടുന്നു. അതുകൊണ്ട് തന്നെ കഴിയുന്നതും എത്രയും പെട്ടെന്ന് സൗഹൃദം മുൻപോട്ട് കൊണ്ടുപോവുക, അത് വളരെ ദൃഢമായി മുൻപോട്ട് കൊണ്ടുപോവുക. കാരണം ഈ മേഖലയിൽ ഇന്ത്യ ഏതായാലും ചൈനയെ കണ്ണടച്ച് വിശ്വസിക്കില്ല എന്ന് ഈ റിപ്പോർട്ട് പലവട്ടം പലയാവർത്തി ഈ റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിക്കുന്നു. ഇരു രാജ്യങ്ങൾക്കിടയിൽ അവിശ്വാസം എന്നുള്ള ഒരു സംഭവം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഉറ്റ ബന്ധത്തിലേക്ക് പോകാൻ യാതൊരു സാധ്യതയുമില്ല. ഇന്ത്യ ഒരിക്കലും ചൈനയെ ആ മുഖവിലക്കെടുക്കാനോ വിശ്വാസത്തിലെടുക്കാനോ തയ്യാറാവുകയുമില്ല. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് അമേരിക്ക എത്രയും പെട്ടെന്ന് നീക്കം നടത്തുകയും ഇന്ത്യയുമായി അടുത്ത് മുൻപോട്ട് പോവുകയും ചെയ്തില്ല എങ്കിൽ ദക്ഷിണേഷ്യ എന്നല്ല ഏഷ്യയിൽ തന്നെ അമേരിക്കയുടെ പിടി അയയും എന്ന് ഈ റിപ്പോർട്ട് എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇന്ത്യയുടെ നിലപാടുകൾ എപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇവിടെയാണ് ഷെയ്ഖ് ഹസീനെ കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നവരുടെ മുമ്പിലേക്ക് BJPയുടെ നേതാക്കൾ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാർ ചോദിക്കുന്ന ഒരു ചോദ്യം, ദലൈലാമ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇന്ത്യ അഭയം നൽകിയിട്ട് 7 പതിറ്റാണ്ടായി, ഇതുവരെ നാം വിട്ടുകൊടുത്തില്ല, വിട്ടുകൊടുക്കുകയുമില്ല. ഒരു സുഹൃത്തെന്ന നിലയിൽ നമ്മളുടെ വീട്ടിൽ അഭയം നേടിയ ഒരാളെ കൊലയ്ക്ക് കൊടുക്കാൻ നമ്മളുടെ പാരമ്പര്യം അനുവദിക്കുന്നില്ല, നമ്മുടെ നിലപാടുമല്ല. ദലൈലാമയ്ക്ക് 7 പതിറ്റാണ്ടായിട്ടും ചൈനയുമായിട്ടുള്ള എതിർപ്പ് മറികടന്നുകൊണ്ട് ഈ രാജ്യത്തിന് അഭയം കൊടുത്തുവെങ്കിൽ ഷെയ്ഖ് ഹസീനയും ഇവിടെ തന്നെ തുടരുമെന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച മനോഭാവം മുൻപോട്ട് പോകുന്നില്ല. ഏതായാലും താരിഫ് നമ്മളെ ഉലയ്ക്കുകയോ തകർക്കുകയോ ചെയ്തില്ല. താരിഫ് മുന്നിൽ വെച്ചുകൊണ്ട് ട്രംപ് കളിച്ച ഒരു വിലപേശൽ തന്ത്രത്തിന് നാം മൈൻഡ് ചെയ്തില്ല, ഇല്ലെങ്കിൽ വില കൽപ്പിച്ചില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് ചൈന കൂടുതൽ ഇന്ത്യയുമായി അടുക്കുന്നത്. അതിനായി അവർ പ്രധാനമായി അതിർത്തികളെയാണ് ആശ്രയിക്കുന്നത്. ഒരുപക്ഷെ ഭാവിയിൽ മുൻപ് അവർ ചെയ്തതുപോലെ അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേരുകളും മറ്റുമൊക്കെ മാറ്റി അവരുടേതായ പേരുകളും മറ്റുമൊക്കെ ഇടാൻ സാധ്യതയുണ്ട്. മുൻകാലങ്ങളിലും അത് ചെയ്തിരുന്നു. അത് തൽക്കാലത്തേക്ക് ചൈനയിലുള്ള അവരുടെ പാർട്ടിക്കാർക്കും മറ്റും ആശ്വാസമാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ചൈനയും ഇന്ത്യയും ഇത്തരത്തിൽ അടുക്കുകയും റഷ്യ അതിന്റെ മധ്യസ്ഥ വഹിക്കുകയും ചെയ്താൽ അത് ഈ മേഖലയുടെ സന്തുലിതാവസ്ഥ തെറ്റിക്കുമെന്നും ജിയോ പൊളിറ്റിക്സിൽ പുതിയ ചരിത്രം എഴുതി ചേർക്കുമെന്നും അമേരിക്ക ഈ റിപ്പോർട്ടിലൂടെ എടുത്തു കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി എത്രയും പെട്ടെന്ന് ഒരു സഖ്യം, അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ച ചെയ്തും ഒരു സഖ്യത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടതെന്നും ഇപ്പോൾ ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഇത് തന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിന്റെ ഇന്നത്തെ പോയിന്റ്. നന്ദി, നമസ്കാരം.